ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമ്മൾ ഇന്നലെ പിടിച്ച തിലോപ്പിയ വറുക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ നമ്മൾ മീനൊക്കെ നന്നാക്കാൻ പോവാട്ടോ. ഈ മീൻ നല്ല പാടാണ് നന്നാക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിപ്പമുള്ള കാരണം കൊണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങൂല. ഇങ്ങനെ വഴുതി വഴുതി പോവാ. ആഹാ, വന്നല്ലോ ആള്. ഞാൻ വിചാരിക്കും ഇത്ര നേരമായിട്ട് എൻ്റെ ആള് വരാത്തേന്ന്. എവിടെയെങ്കിലും മീൻ വെട്ടണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് പിന്നെ പോവില്ല. ഒന്ന് ചാടി പിടിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഈ മീനാട്ടോ നമ്മുടെ ചൂണ്ട കുരുങ്ങി മീൻ. ഇതാണ് നമ്മുടെ കുളത്തിലെ ഏറ്റവും മൂത്ത മീൻ. പുള്ളിയുടെ കണ്ണിന് ഒരെണ്ണം എന്തോ ഒരു കംപ്ലൈൻറ്റ് പറ്റിയിരിക്കണേ, അങ്ങനെ കേട്ടോ മനസ്സിലാക്കണേ. പിന്നെ ആൾക്ക് നല്ല വലിപ്പമുണ്ട്. ഈ മീൻ കാരണം കൊണ്ടാണ് ആ കുളം അവിടെ ഉണ്ടാവാൻ കാരണം. ഫോണിൽ കാണുന്ന വലിപ്പം അല്ലാട്ട് ശരിക്കും ആ മീന് നല്ല വലിപ്പമുണ്ട്. ഫോണിൽ കൂടെ നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത്. അവൻ്റെ ചേച്ചി വന്നു കേട്ടോ. അവൾക്കങ്ങനെ ഭക്ഷണത്തിനോട് അങ്ങനെ ആർത്തിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു മീൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് 2 എണ്ണം കൂടെ. നമുക്ക് അതിൽ നിന്ന് മീൻ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് വറുക്കാൻ എടുക്കുക. നമ്മൾ 3 മീനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വറക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
മീനിൻ്റെ തലഭാഗവും വേറെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മീൻ വറുക്കുമ്പോൾ കുരുമുളക് പൊടി അത്യാവശ്യമാണല്ലോ. അടുത്തത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി കൂടിയില്ല കേട്ടോ, അത് കാരണം കൊണ്ട് കുറച്ചുകൂടി മുളക് പൊടി ഇടുക. ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം അത് മൂട്ടി വെക്കാം കേട്ടോ. ആ മുളകും എല്ലാം അങ്ങ് പിടിക്കട്ടെ അതിലേക്ക്. ആഹാ, ആ വറക്കാൻ വയ്ക്കുമ്പോൾ സൗണ്ട് കേൾക്കാൻ തന്നെ എന്ത് സുഖമാണെന്നറിയോ. നല്ല മണം കൊതിയാവുന്നുണ്ട് കണ്ടിട്ട്. അപ്പം നമ്മുടെ വറുത്ത സിലോപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞത് മറക്കരുത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിനി പോയി ഒന്ന് ചോറൊക്കെ കൊണ്ടിട്ട് വരട്ടെ. ബായ്.